എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ അടുത്തൊന്ന് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ മരണമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഓരോ തരത്തിലുള്ള ചിന്താഗതിക്കാരല്ലേ. ആൾക്കാരൊക്കെ കുറയും. ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ആന ചെരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പോലത്തെ സ്നേഹപ്രകടനം നടത്താൻ പറ്റില്ല. മറ്റുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് ശരീരഭാഗം പൊളിച്ചു മാറ്റി ബാക്കി അവിടെ വെച്ചുകൊണ്ട് തന്നെ ടിപ്പറിൽ വിറക് കൊണ്ടുവരുന്നു, അടക്കുന്നു, ടയറ് പെട്രോളും ഒക്കെ ഉപയോഗിക്കുന്നു, ദഹിപ്പിക്കുന്നു. ഇപ്പോൾ ചില ഉടമസ്ഥന്മാർ അതിൻ്റെ ചിതാഭസ്മം മേടിച്ച് തിരുനാവായലോ ചാവക്കാട് കടപ്പുറത്തൊക്കെ പോയി ഒഴുക്കുന്നവരുണ്ട്. ഒരു പാപ്പാൻ എന്ന് പറഞ്ഞാൽ ആ ആനയ്ക്ക് അവൻ്റെ അച്ഛനോ അമ്മയോ ആവാം. ആനയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അനുഭവ സമ്പത്തുള്ള ആനക്കാരനത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും. ഒരു രാത്രി കൊണ്ട് നമ്മൾ എഴുതിയെടുക്കുന്ന ഒരു ഡിഗ്രി അല്ല, കുറേ നാൾ കൂടെ നിന്ന് പഠിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു ബിരുദമാണ് ആനപ്പണി. എല്ലാ മതവും അവരുടെ ആഘോഷങ്ങൾക്ക് പങ്കാളികളാക്കുന്ന ഒരു വിഭാഗമാണ് ആന. ഞാനിവിടെ മംഗലാംകുന്ന് കർണൻ എന്ന് പറഞ്ഞൊരു ആന അതിപ്രശസ്തനാണ്, കേട്ടിട്ടുണ്ടാവും. ആള് സെലിബ്രിറ്റി ആയ കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ കുറവായിരുന്നു. നടക്കാനൊക്കെ പോയി ഡെയിലി നടന്നൊക്കെ വന്ന ആന അങ്ങ് ഭയങ്കര ഉഷാറാക്കിയിട്ടാണ് പുറത്തേക്ക് വിട്ടത്. നല്ല ആരോഗ്യവാനാണെങ്കിൽ അവ അങ്ങനെ ചെവിയാട്ടി ശരീരത്തിനെ മൊത്തം അങ്ങനെ ചലിപ്പിച്ച് വാലാട്ടി ഇങ്ങനെ നിൽക്കും. പെട്ടെന്നൊരു പ്രതിമ കണക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവന് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൻ്റെ ഉടമസ്ഥൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് മാജിക്കാടോ ചെയ്തതെന്ന് ചോദിച്ചത്. നിങ്ങൾ ആനേനെ ഒരു മോനെ പോലെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ആനയ്ക്ക് വേണ്ടുന്ന നീഡ്സ് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആനപ്പാപ്പാൻ ആനയെ എങ്ങനെയൊക്കെ പരിപാലിക്കണം? അത് സ്വന്തം മക്കളെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ ആ പാപ്പാൻ ആനയെ പരിപാലിക്കണം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. പക്ഷെ എന്നെ വളരെ കുറച്ച് ആൾക്കാരല്ലോ എന്നെ വിളപ്പായമണി അല്ലെങ്കിൽ ആനമണി എന്നൊക്കെ വിളിക്കുക. ഒരു പാപ്പാൻ എന്ന് പറഞ്ഞാൽ ആ ആനയ്ക്ക് അവൻ്റെ അച്ഛനോ അമ്മയോ ആവാം, ഉടമ അതുപോലെ അച്ഛനോ അമ്മയാവാം, അല്ലെങ്കിൽ പാപ്പാൻ അച്ഛനാണെങ്കിൽ ഉടമ അമ്മയാവാം. അത്തരമൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇത് ഭംഗിയായി പോകുള്ളൂ. നമുക്ക് ഓടിയെത്താൻ പറ്റുന്നിടത്തോളം കാലം ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. നമുക്ക് ശാരീരികമായി പറ്റാതെ ആയി കഴിഞ്ഞാൽ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു മേഖലയല്ല ഇതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പറ്റാതെ ഞാനത് നിർത്തും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ജീവനുള്ള സാധനമാണ്. നമുക്ക് നീതി പുലർത്താൻ പറ്റണമെന്ന് വളരെ നിർബന്ധമുണ്ട്. പരമാവധി എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ സ്വന്തം മനസാക്ഷിനെ നമ്മൾ വളരെയധികം തൃപ്തിപ്പെടുത്തിയിട്ട് പോകാറ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ഉത്സവങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ആ കമ്മിറ്റിക്കാർ അവരെ പൂരം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരെ ആഘോഷം കഴിയുമ്പോൾ വളരെ ഒരു ഫുൾ എടുത്ത് കൊടുക്കും സന്തോഷത്തിന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പറമ്പിൽ ചെന്നപ്പോൾ ഒരു പൂര സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് അതിൻ്റെ കമ്മിറ്റിക്കാരനോട് ചോദിക്കണം, ചേട്ടാ ഞങ്ങളുടെ പൂരം കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫുള്ള് ആനക്കാർക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അടുത്ത് നമ്മുടെ പൂരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫുഡ് മദ്യം കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരടുത്ത സ്ഥലത്ത് ചെന്ന് ഇവർ കഴിച്ച് ഇവർ കിടന്നോട്ടെ, നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ. പാപ്പന്മാരായാലും കുറേ നാളെ ഉറങ്ങാതെയൊക്കെ ഉറക്കമൊന്നും കറക്റ്റ് ആവില്ല. മൊത്തത്തിൽ ശരീരത്തിന് ക്ഷീണം ഉള്ള സമയത്ത് ഈ മദ്യം കൂടി കഴിച്ചാൽ ക്ഷീണം ഇരട്ടിയായിരിക്കും. കിടന്നേ എണീക്കാൻ പറ്റില്ല, അവൻ്റെ ആനയെ സംരക്ഷിക്കാൻ പറ്റില്ല, അന്ന് അവൻ കൊണ്ടുപോയി പൂരസ്ഥലത്തെ ഉത്സവം നേരാമണ്ണം നടത്താൻ പറ്റില്ല. അതോടൊപ്പം അവിടെ പൂരം കാണാൻ വരുന്ന ജനങ്ങളുടെ സുരക്ഷയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു നീതി നമ്മൾ പുലർത്തണം. പരമാവധി ക്ഷേത്രം അല്ലെങ്കിൽ ഉത്സവം നടത്തുന്നവരൊന്നും അങ്ങനെ മദ്യം കൊടുത്തൊന്നും ആനക്കാരെ തൃപ്തിപ്പെടുത്തരുത് എന്നൊരു അപേക്ഷ കൂടി എനിക്കിതിൽ പറയാനുണ്ട്. ചികിത്സകളെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ എരണ്ടക്കെട്ട് അങ്ങനെയൊക്കെ ആനയ്ക്ക് വരുന്ന അസുഖങ്ങൾ എന്താണ് ശരിക്കും? ആനയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അനുഭവ സമ്പത്തുള്ള ആനക്കാരനത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും. അനുഭവ സമ്പത്ത് എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചാൽ നല്ല ഗുരുനാഥന്മാരുടെ കൂടെ നിന്ന് ആനപ്പണി പഠിക്കണം. അല്ലാണ്ട് ഒരു രാത്രി കൊണ്ട് നമ്മൾ എഴുതിയെടുക്കുന്ന ഒരു ഡിഗ്രി അല്ല, കുറേ നാൾ കൂടെ നിന്ന് പഠിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു ബിരുദമാണ് ആനപ്പണി. ഒരു ആന കിടന്നിങ്ങനെ വയറൊക്കെ ഞെളിവിരി കൊള്ളുന്നുണ്ടെങ്കിൽ അതിന് വയറ് വേദനിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കാലൊക്കെ ഇങ്ങനെ അകത്തി വെച്ച് നിന്നിങ്ങനെ അമർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗ്യാസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ഒരു ആനപ്പാപ്പാൻ അല്ലെങ്കിൽ ഉടമയ്ക്ക് സാധിക്കണം. അവർക്ക് മനസ്സിലായാലേ അവർക്ക് ഡോക്ടർമാരോട് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് അപ്പം തന്നെ വന്ന് ആനയെ കാണുന്ന ഡോക്ടർക്ക് അത് വിലയിരുത്താൻ ചിലപ്പോൾ പറ്റാൻ സാധ്യത കുറവാണ്. അപ്പം നമ്മളായിരിക്കണം അതിൻ്റെ മുൻപേ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ളവർ. നമുക്ക് അങ്ങനത്തെ ഒരു നിരീക്ഷണം ഉണ്ടാവണം. ചില ആനകൾക്ക് കിടന്നാൽ പെട്ടെന്ന് ചാടി എണീക്കാൻ പറ്റില്ല. അത് പ്രായം ഉള്ള ആനയ്ക്കാണെങ്കിൽ തലയ്ക്കൊക്കെ നല്ല കനം ഉണ്ടാവാം, കൊമ്പിന് വെയിറ്റ് ഉണ്ടാവാം, ചാടി എണീക്കാൻ പ്രയാസം ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ വയറിൻ്റെ പ്രശ്നം, അത് കുറേ ഭക്ഷണം ചിലപ്പോൾ പറ്റാത്തത് കഴിച്ചാൽ ആനകൾ ഇങ്ങനെ തീരെ ഒരു എനർജി ഇല്ലാതെ പോലെ നിൽക്കും, ശരീരഭാഗം ഒന്നും അനക്കാതെ. നല്ല ആരോഗ്യവാനാണെങ്കിൽ അവ അങ്ങനെ ചെവിയാട്ടി ശരീരത്തിനെ മൊത്തം അങ്ങനെ ചലിപ്പിച്ച് വാലാട്ടി ഇങ്ങനെ നിൽക്കും. പെട്ടെന്നൊരു പ്രതിമ കണക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവന് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന പാപ്പാമാരും സംവിധാനങ്ങളുണ്ടെങ്കിൽ കുറേ വിഷയങ്ങളെ നമുക്കിവിടെ
ഒഴിവാക്കാൻ സാധിക്കും. എരണ്ടക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ അതെന്താണ് ശരിക്കും? എരണ്ടക്കെട്ട് ദഹനമില്ലായ്മ. ശരീരത്തിൽ ആന കഴിക്കുന്ന ഭക്ഷണം, ചില പട്ടകളോ പനമ്പട്ടയോ തെങ്ങുംപട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് പറ്റായിക വന്നിട്ട് പട്ട ചിലപ്പോൾ വാടിക്കാണാം വെയിൽ കൊണ്ടിട്ട്. അത്തരം സംഭവങ്ങളൊക്കെ വന്ന് ആനയ്ക്ക് ദഹിക്കാൻ പ്രയാസം വരും. ദഹിക്കാൻ പ്രയാസമാകുമ്പോൾ ആനയ്ക്ക് എരണ്ടം എന്ന് പറയുന്നത് പിണ്ടം, മലം, ആനയുടെ പിണ്ടം ആണത്. അത് ആനയ്ക്ക് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ചില ആനകൾക്കൊക്കെ വളരെ പെട്ടെന്ന് പോവാൻ മരുന്നൊക്കെ കൊടുത്ത് അഷ്ടചൂർണ്ണപ്പൊടി അല്ലെങ്കിൽ അതിന് ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് ഡോക്ടറെ വിളിച്ചാൽ കൃത്യമായ മരുന്നുകൾ അദ്ദേഹം പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് ഒരുവിധം നാടനൊക്കെ അറിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ മാറാം, ചിലപ്പോൾ മാറില്ല എന്ന് മാത്രമല്ല മരണകാരണമാവാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുവമ്പാടി ശിവസുന്ദരൊക്കെ എരണ്ടക്കെട്ട് വന്ന് ചെരിഞ്ഞ ആനയാണ്. അപ്പം ഇതൊരു വില്ലനാണ് ഈ എരണ്ടക്കെട്ട് എന്ന് പറയുന്ന അസുഖം. അതുപോലെ ഈ പാദരോഗം എന്ന് പറയുന്നൊരു അസുഖം വരാം. ചില ആനകൾക്കൊക്കെ കാലുകളിൽ പെട്ടെന്ന് വരുന്നൊരു അസുഖമാണ് ഈ പാദരോഗം. അതൊരു മരണകാരണത്തിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര ചികിത്സാ സംവിധാനങ്ങളുണ്ടെങ്കിലും ചിലത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഒരു ആന ചരിയാന്നൊക്കെ പറഞ്ഞാൽ അത്രയും സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും അതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സങ്കടത്തോടു കൂടി വീട്ടിലൊരു കുടുംബാംഗം എങ്ങനെയാണോ അത് ഒരാൾക്കല്ല ഒരു നാടിന് മുഴുവൻ അങ്ങനത്തെ ഒരു വിഷമമായിരിക്കും. ഇപ്പം ഈ അടുത്ത് ഒളരിക്കര കാളിദാസൻ ആ ഒരു ആന ചരിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്, എത്രയോ ആൾക്കാരുടെ സങ്കടം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ആന ചരിഞ്ഞാൽ ആനയുടെ ഒരു മനുഷ്യനുള്ളത് പോലെ ക്രിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആന ചരിഞ്ഞു കഴിഞ്ഞാലേ വലിയ ശരീരമല്ലേ, ശരിക്കും നമുക്ക് സ്വന്തമായി കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ സംസ്കരിക്കാം. ചിലർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതല്ല എങ്കിൽ വനം വകുപ്പിന് എറണാകുളം ജില്ലയിൽ കോടനാട് പെരുന്തോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മൾ ആനേനെ ക്രെയിനിൽ കൂട്ടിക്കെട്ടി അവിടെ കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ സംസ്കരിക്കുക ചെയ്യുക. എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ മരണമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഓരോ തരത്തിലുള്ള ചിന്താഗതിക്കാരല്ലേ. ആൾക്കാരൊക്കെ കുറേ ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് കത്തിത്തീരാൻ തന്നെ 3-4 ദിവസം വരെ പിടിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. നമ്മളിവിടെ കാണുന്ന പോലത്തെ സ്നേഹപ്രകടനം നടത്താൻ പറ്റില്ല. മറ്റുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് ശരീരഭാഗം പൊളിച്ചു മാറ്റി വനംവകുപ്പിൻ്റെ ഡോക്ടർ ഉണ്ടാവാം. പിന്നെ തൃശ്ശൂർ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3-4 ഡോക്ടേഴ്സ് വരാറുണ്ട്. വല്ല വിവാദമുള്ള ആനമരണമൊക്കെ ആണെങ്കിൽ കുറേ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടും. അവർ വന്ന് അതിൻ്റെ ടെസ്റ്റിന് കൊടുക്കേണ്ട സംഗതികളൊക്കെ എടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ മരണകാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കി അവിടെ വെച്ചുകൊണ്ട് തന്നെ ടിപ്പറിൽ വിറക് കൊണ്ടുവരുന്നു, അടക്കുന്നു, ടയർ പെട്രോളും ഒക്കെ ഉപയോഗിക്കുന്നു, ദഹിപ്പിക്കുന്നു. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊരു സംഗതി ഇല്ല. ഈ ചാരം പഞ്ചസാരയൊക്കെ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു, പഞ്ചസാരയൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കും. ചാരം എന്ന് പറയുന്നത് ആന മരണപ്പെട്ട് സംസ്കരിച്ച് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുന്ന വെണ്ണീറിന് പറയുന്ന പേരാ ചാരം. അത് മിക്കവാറും അവിടെയൊക്കെ കാട്ടാനകൾ വന്നാൽ ചാരം തിന്ന് ഭക്ഷിച്ച് പോകാറുണ്ട്. അതിപ്പോൾ ആനയുടെ ചാരാണെന്ന് അറിഞ്ഞിട്ടൊന്നും ആവണമെന്നില്ല. അതിന് പ്രത്യേക പുളിപ്പുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതങ്ങനെ സ്ഥലമുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. വനംവകുപ്പിന് അനുവാദം മേടിച്ചു കഴിഞ്ഞാൽ കോടനാടെന്ന് എറണാകുളം ജില്ലയിലെ കോടനാട് പെരുന്തോട് എന്ന് പറയും. പാലക്കാട് ജില്ലയിലുണ്ട്, വാളയാറുണ്ട്. അങ്ങനെ സ്ഥലങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. അല്ലാണ്ട് അത് കഴിഞ്ഞൊരു 6-7 ദിവസം കഴിയുമ്പോൾ ചില ഉടമസ്ഥന്മാർ അതിൻ്റെ ആ ചിതാഭസ്മം മേടിച്ച് തിരുനാവായലോ ചാവക്കാട് കടപ്പുറത്തൊക്കെ പോയി ഒഴുക്കുന്നവരുണ്ട്. അതൊക്കെ അവർക്ക് അവരുടെ ആനയോടുള്ള ഇഷ്ടം കൊണ്ടാവാം. ചിലരിഷ്ടമുണ്ടെങ്കിലും പോയി അതവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. എങ്കിൽ പോലും ഒരു 3.5 ലക്ഷം രൂപയോളം ഈ മരണത്തിന് ശേഷം ചെലവ് വരും. ആനയുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവരും അറിയാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപയ്ക്കാണ് ഇൻഷുറൻസ് കിട്ടുക. അപ്പോൾ ആ ആന ചെരിഞ്ഞ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ആരും ആവേശമൊന്നും കാണിക്കില്ല. ചിലത് അങ്ങനെയൊക്കെ ഞാൻ എഴുതണ കാണാറുണ്ട്. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോളാം. പറഞ്ഞെന്ന് മാത്രം. അതൊക്കെ തെറ്റാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവാം, കുന്നംകുളം, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ക്രിസ്ത്യൻസിൻ്റെ പള്ളിപ്പെരുന്നാളിന് ഏറ്റവും കൂടുതൽ ആനകൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. മുസ്ലിംസിൻ്റെ നേർച്ചകൾക്കും ആനകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ മതവും അവരുടെ ആഘോഷങ്ങൾക്ക് പങ്കാളികളാക്കുന്ന ഒരു വിഭാഗമാണ് ആന. ഇപ്പം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ തന്നെ കാടുകളിൽ ആനകൾ വളരെയധികം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ഇതൊരു എന്താ പറയുക, ഒരു പ്രോസസ്സിങ് പോലെ നടന്നിരുന്നു. ആനകളെ പിടിക്കുക, ലേലം ചെയ്യുക. ശരിക്കും അതൊക്കെ അങ്ങനെ പോകുമായിരുന്നു, കുഴപ്പമില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തൃശ്ശൂർ ആമ്പല്ലൂർ ചിമ്മിനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയൊക്കെ കാട്ടാനകൾ ഇറങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാറുണ്ട്. നിങ്ങൾ തന്നെ പത്രത്തിൽ കാണാണ്ടാവാം. മൂന്നാർ അരിക്കൊമ്പൻ ഇറങ്ങി, ചില്ലിക്കൊമ്പൻ ഇറങ്ങി, പടയപ്പ ഇറങ്ങി എന്ന് പറയുന്നത് ആനകളെണ്ണം കൂടുതലാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ ആനകളെ മദ്യകരണം ചെയ്യലൊക്കെ എത്രമാത്രം വിജയമായിരിക്കുമെന്ന് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായി പറയാൻ അറിയില്ല. എനിക്കറിയില്ല. അതിനേക്കാൾ നല്ലത് ആനകളെ പിടിക്കുക. ഇപ്പോൾ വനംവകുപ്പിന് തന്നെ ഒത്തിരി കുട്ടി ആനകൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വനംവകുപ്പിന് ഇപ്പോൾ ഒത്തിരി നല്ല ആനകളുണ്ട്. കോട്ടൂർ ക്യാമ്പിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ
നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പാലക്കാട് PT7 പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ. അപ്പം എന്ന പോലെ ആനകളെ പിടിച്ചത് നല്ല കൂടുകളിലാക്കി കോച്ച് ചെയ്ത് നമ്മുടെ നാട്ടിലത്തെ കുംക്കി ആനകളൊക്കെ ആക്കി മാറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മാത്രം പെട്ടെന്ന് അതൊക്കെ നിന്നുപോയി. അത് എന്തിന് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അന്നൊന്നും അതിന് അത്തരം നയതന്ത്രത ഉള്ള ഉദ്യോഗസ്ഥന്മാരില്ലാതെയായിരിക്കാം. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ മുതുമലയ്ക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആനപ്പാപ്പാമാരുടെ കുടുംബം തന്നെ ഒരു ക്യാമ്പുകളിൽ പോയി കാണാം. നമ്മുടെ അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ആനപ്പിടുത്തം കഴിഞ്ഞപ്പോൾ ആ ഒരു പാപ്പാമാരുടെ ആ പരമ്പര ഇല്ലാണ്ടായി. ആനകളെ ഭാഷ പഠിപ്പിക്കുക, കൂട്ടിൽ വന്ന കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആനയെ പിടിക്കുക, പഠിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കുക, അതൊക്കെ ഒരു വലിയൊരു ചടങ്ങാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ അന്യം നിന്ന് പോവുക ചെയ്തു. ഇപ്പോൾ കുറേ ആനകളെ കിട്ടുമ്പോൾ പഠിപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ പഴയ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല എന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ചേട്ടൻ നോക്കുന്ന 6 ആനകളല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം പോകുമ്പോൾ എന്നെ ആര് വിളിച്ചാലും ഞാൻ ഇന്നലെ വരെ പോയിട്ടുണ്ട്. ഞാനിവിടെ മംഗലാംകുന്ന് കർണൻ എന്ന് പറഞ്ഞൊരു ആന അതിപ്രശസ്തനാ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അതിനൊരു വയ്യായിക വന്ന് അതിൻ്റെ ഉടമസ്ഥന്മാർ എന്നോട് ചോദിച്ചു, നമുക്ക് ഒരു 3 മാസം ഇവിടെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ വളരെ സന്തോഷത്തോടെ അത്രയും ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അതിന് 3 മാസം കൊണ്ട് ഡോക്ടർ PB ഗിരിദാസിൻ്റെ നിർദ്ദേശങ്ങളിലുള്ള മരുന്നുകളും പിന്നെ ഞങ്ങളുടെ ആനയോടുള്ള സ്നേഹപൂർണ്ണമായ ഇടപെടലുകളും ഡെയിലി നടക്കാനൊക്കെ പോകും. ഞങ്ങൾ ആൾ സെലിബ്രിറ്റി ആയ കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ കുറവായിരുന്നു. നടക്കാനൊക്കെ പോയി ഡെയിലി നടന്നൊക്കെ വന്ന് ആന അങ്ങ് ഭയങ്കര ഉഷാറാക്കിയിട്ടാണ് പുറത്തേക്ക് വിട്ടത്. അതിൻ്റെ ഉടമസ്ഥൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് മാജിക്കാടോ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഒരുപാടുണ്ട്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിൽ ഓർമ്മയുള്ള 1-2 എണ്ണം നമുക്ക് വേണ്ടി പറയാൻ പറ്റും. ഞാനിവിടെ ശങ്കരംകുളങ്ങര അമ്പലത്തിലെ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. ആൾ ഇപ്പോൾ ആൾ കുറച്ച് പ്രായത്തിലൊക്കെ വന്നു. അതിൻ്റെ നല്ലപ്പം കാലം ആൾ വെള്ളത്തിലൊക്കെ ആൾ ഭയങ്കര പോക്കരി, വെള്ളത്തിലൊക്കെ ചാടിപ്പോകും. അങ്ങനെ ഇവിടെ കുളങ്ങാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് രാവിലെ ചാടിയിട്ട് രാത്രിയാണ് കയറിയത്. അപ്പോൾ ആന മയക്കുവെടി വയ്ക്കാനൊക്കെ ഡോക്ടേഴ്സ് വന്നു. ഈ പണിക്കർ സാറ് വന്നു. പണിക്കർ സാർ നമ്മുടെ മാതൃഭൂമിയുടെ തന്നെ KC പണിക്കർ. അങ്ങനെ വന്നപ്പോൾ വെടിവെക്കാൻ പറ്റില്ല, വെള്ളത്തിൽ വെച്ച് ആന വെടിവെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല അല്ലേ. ആനകൾ കൈ പൊക്കി പിടിച്ച കൈ വെള്ളത്തിലേക്ക് ഇറങ്ങി ആനയ്ക്ക് ശ്വസിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു മരണസാധ്യതയിലേക്ക് പോകുന്നതുകൊണ്ട് നിർത്തി. അങ്ങനെ രാത്രി ഞാൻ വിളിച്ചിട്ടാണ് ആന കയറി വന്നത്. അന്നത്തെ മനോരമ പത്രത്തിലൊക്കെ അത് വലിയൊരു വാർത്തയാണ്. അപ്പോൾ അത് നമ്മുടെ സ്നേഹം കൊണ്ടാണ് ആന വന്നത്. അങ്ങനെ ഒത്തിരി കേസുകൾ. അപ്പം അതുകൊണ്ടാണ് മണിച്ചേട്ടൻ ഈ ആനപ്രേമി സംഘത്തിൽ ഞങ്ങൾ എവിടെ പോയപ്പോഴും ആദ്യം പറഞ്ഞു തന്ന പേര് മണിച്ചേട്ടൻ. അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറ്റിയ അഭിപ്രായങ്ങൾ പറയാൻ സാധ്യത കുറവുള്ള മേഖലയാണ്. ചേട്ടൻ ഇത്രയും ആനകൾ ഇത്രയും കഷ്ടപ്പെട്ടും ഒരുപാട് അനുഭവത്തിലൊക്കെ പരിചരിച്ചിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. എപ്പോഴെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ നേരത്തെ ചേട്ടൻ പറഞ്ഞു മതപ്പാടുണ്ടാവും, നമ്മളെ തന്നെ കണ്ടാൽ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാവും അവർക്കെന്ന്, എപ്പോഴെങ്കിലും ഉപദ്രവങ്ങളൊക്കെ അത് ഇങ്ങനത്തെ ഒരു വേദിയിൽ നമ്മൾ പറയണം. എന്തുകൊണ്ടാണ് പറയാൻ തയ്യാറാണെന്ന് വെച്ചാൽ ആന എന്നും ആന തന്നെയാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ എന്നും അടുത്തേക്ക് പോകാറുണ്ട്. ഞാൻ ഒരുപാട് ആനകളെ സ്വന്തമായി അഴിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും പ്രശസ്തനായ ഊട്ടോളി അനന്തൻ എന്ന് പറയുന്ന ആന നമ്മുടെ ആയിരുന്നു. എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് നിന്നിരുന്ന പ്രശാന്തൻ്റെ വീട്ടിൽ. പിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ നന്നായി കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് അതിനെ പുറത്ത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് പ്രശസ്തനാക്കിയതിൽ വലിയ പങ്കുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു, വലിയ ആനയായിരുന്നു. അതിന് ചില വ്യക്തികളോട് ചില ആവശ്യമില്ലാതെ ആന ഭാഷയൊക്കെ പറയുന്നതോട് താല്പര്യം കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ആനയെ നോക്കാൻ ഒരു ഡോക്ടർ വന്ന നേരത്ത് ആനയെ ചികിത്സിക്കുകയായിരുന്നു. ഡോക്ടർ വന്ന് നോക്കുകയായിരുന്നു. ഡോക്ടർ TS രാജീവ്, ഒരു മോഹൻ എന്ന് പറഞ്ഞ ഒരാളിന്. അദ്ദേഹത്തിന് ചെറിയൊരു വയ്യായികയുള്ള ഒരാളായിരുന്നു. ആൻ്റെ മുന്നിൽ വന്ന് എന്തോ പറഞ്ഞു, ആന കടന്നടിച്ചു. അങ്ങനെ തന്നെ ആന അയാളുടെ മേലേക്ക് പോയി. ഞാനാണ് ആൻ്റെ കൊമ്പിനടുത്ത് നിന്നിരുന്നത്. ഞാൻ അങ്ങനെ തന്നെ അവിടെ വീണു. ആന അങ്ങനെ വന്നു. പക്ഷെ ഞാൻ ആനയെന്ന് വിളിച്ചു. എന്തോ എൻ്റെ ദൈവാനുഗ്രഹം, ഒന്നും പറ്റിയില്ല. പക്ഷെ എനിക്ക് ആ വീഴ്ചയിൽ ഞാൻ അങ്ങനെ തന്നെ വന്ന് വീണു. അങ്ങനെ അപ്പം ഞാനാന്ന് ആനയ്ക്ക് അറിഞ്ഞതുകൊണ്ട് ആന ആക്രമിച്ചില്ല. പക്ഷെ അതിന് മുൻപ് ഞാൻ വീണു. അപ്പോൾ നമ്മൾ ആനയാണെന്നുള്ള കറക്റ്റ് നിരീക്ഷണം വേണം. പിന്നെ ഒത്തിരി ആനകൾ ഇടഞ്ഞിട്ടൊക്കെ നമ്മൾ പിടിക്കാൻ പോയിട്ടുള്ളതാണ്. വീണിട്ടൊക്കെ കാലിൻ്റെ പാദം മടങ്ങുകയും ചെറിയ എല്ലിനൊക്കെ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടാവില്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒന്നും പറ്റാതെ പോയിട്ടുള്ള ആളൊന്നല്ല, ചെറിയ പറ്റിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഗുജറാത്തിലേക്കൊക്കെ ആനയെ കൊണ്ട് പോയിട്ടുണ്ട് പ്രോഗ്രാമിന്. അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു ആന അവിടെ ചടയുകയും അതിനെ അവിടുന്ന് വന്നു. അവിടെ വെച്ച് എലിഫൻറ്റ് സ്ക്വാഡ് ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തിൽ ഞാനാണ് അതിനെ പുറത്ത് കയറി ആനയുടെ പുറത്ത് കയറിയിരുന്ന ആനയെ 4 കിലോമീറ്ററോളം കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുവരിക ചെയ്തത്. നല്ല ഓർമ്മകളും ഉണ്ട്. പിന്നെ ഇതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അതിനെ അങ്ങനെ അങ്ങനെ പോവുകയാണ്. പക്ഷേ എങ്കിലും എല്ലാവരോടും പറയാനുള്ളൊരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആനയുടെ അടുത്ത് ചെന്ന് ഇപ്പോൾ പുതിയൊരു പ്രവണത കാണാം. ആനപ്പാപ്പന്മാരുടെ അടുത്ത് സെൽഫിയൊക്കെ എടുക്കാൻ പോകുന്നത്. ആനകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമ്മൾ ആനപ്പാപ്പാൻ്റെയോ ആനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ അനുവാദമില്ലാതെ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കരുത്. ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ ചെയ്യരുത്. പിന്നെ പൂരത്തിനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു ദിവസം നമ്മൾ ചെറിയ ആഘോഷം കാണിക്കുമ്പോൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് ഈ ആനകളുടെ അടുത്ത് ചെന്ന് ആവശ്യത്തിൽ കൂടി സ്വാതന്ത്ര്യം ഇടപെടുന്നുണ്ട്. അത് അപകട കാരണം.
അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കാലം കൂടി ഇത് നല്ല രീതിയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇട കൊടുക്കാതെ കൊണ്ടുനടക്കാൻ സാധിക്കും. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ സംസാരിച്ചു. സത്യത്തിൽ നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. മറ്റൊരവസരത്തിലാവാം. എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. നമസ്കാരം.